Hi friends, എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. മൈക്രോസോഫ്റ്റ് എക്സൽ 2007 നാലാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻ ഇൻട്രൊഡക്ഷൻ ടു റിബൺസ്. റിബൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിബൺസിൻ്റെ കമ്പോണൻസ് എന്താണ്, പിന്നെ ഹോം ടാബിലെ ക്ലിപ്ബോർഡ് ഗ്രൂപ്പ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. Ribbon. We use commands to tell Microsoft Excel what to do. In Microsoft Excel, ribbon is used to issue commands. The ribbon is located near the top of the Excel window below the Quick Access Toolbar. അപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിൽ എന്ത് ചെയ്യുകയാണെങ്കിലും അത് കമാൻഡ്സ് വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമാൻഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് റിബൺസ് ആണ്, ഇഷ്യൂ ചെയ്യുന്നത് റിബൺസ് ആണ്. അപ്പോൾ ഈ റിബൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ഓഫ് ദ എക്സൽ വിൻഡോ ബിലോ ദ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. അതായത് എക്സൽ വിൻഡോൻ്റെ ഏറ്റവും ടോപ്പിലും അതുപോലെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൻ്റെ താഴെയായിട്ടാണ് റിബൺ കാണപ്പെടുന്നത്. റിബൺസിൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്ന് പറയുന്നത് ടാബ്സ്, ഡയലോഗ് ബോക്സ് ലോഞ്ചർ, ഗ്രൂപ്പ്സ്, കമാൻഡ്സ് എന്നിവയാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്ന് എന്താണെന്ന് നോക്കാം. റിബൺ കണ്ടെയ്ൻസ് ദ ഫോളോയിങ് എലമെൻറ്റ്സ്. ടാബ്സ്, ദേ അപ്പിയർ അക്രോസ് ദ ടോപ്പ് ഓഫ് ദ റിബൺ and contain groups of related commands. Home, insert, page layout are example of ribbon tabs. അപ്പോൾ ഈ ടാബ്സ് കാണപ്പെടുന്നത് ടോപ്പ് ഓഫ് ദ റിബണിലാണ്, അതായത് റിബണിൻ്റെ ടോപ്പിലാണ്. എക്സാമ്പിളിൽ ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട് തുടങ്ങിയവയാണ് ടാബ്സ്. അപ്പോൾ ഈ ടാബ്സിൽ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് കമാൻഡ്സ് ആണ് കാണപ്പെടുന്നത്. അതായത് ഈ ടാബ്സിൽ ഓരോന്നും അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ്സ് ആയിട്ടാണ്, ഗ്രൂപ്പ്സിൻ്റെ ഉള്ളിലാണ് കമാൻഡ്സ് കാണപ്പെടുന്നത്. Group. They organize related commands. Each group name appears below the group on the ribbon. For example, group of commands related to fonts or group of commands related to alignment, etc. അതായത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് റിലേറ്റഡ് കമാൻഡ്സിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതിനാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും പേരുണ്ട്. ആ പേര് കാണപ്പെടുന്നത് ഓരോ ഗ്രൂപ്പിൻ്റെയും താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് റിബണിൻ്റെ താഴെയായിട്ടാണ് ഓരോ ഗ്രൂപ്പിൻ്റെയും പേര് കാണപ്പെടുന്നത്. എക്സാമ്പിളിന് ഇപ്പോൾ ഇവിടെ ഹോം ടാബാണ് ആക്റ്റീവായിട്ടുള്ളത്. അപ്പോൾ ഹോം ടാബിലെ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ക്ലിപ്ബോർഡ്, ഫോണ്ട്, അലൈൻമെൻറ്റ് തുടങ്ങിയവയൊക്കെയാണ്. അപ്പം ഈ ഗ്രൂപ്പിൽ ഓരോന്നിലും കമാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഓരോന്നിലും കമാൻഡ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. Commands, buttons within each group. Each command perform a specific task. അപ്പോൾ ഈ ഗ്രൂപ്പിലെ ഓരോ ബട്ടൺസിനെയാണ് കമാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ബട്ടൺസിനും ഓരോ സ്പെസിഫിക് ടാസ്ക് ഉണ്ട്. ഡയലോഗ് ബോക്സ് ലോഞ്ചർ. This appears as very small arrow in the lower right corner of many groups on the ribbon. Clicking this button opens a dialog box or task pane that provides more options about the group. ഡയലോഗ് ബോക്സ് ലോഞ്ചർ കാണപ്പെടുന്നത് ഓരോ ഗ്രൂപ്പിൻ്റെയും ലോവർ റൈറ്റ് കോർണറിൽ ഒരു ചെറിയൊരു ആരോ ആയിട്ടാണ്. അപ്പം ഇതിൽ ഡയലോഗ് ബോക്സ് ലോഞ്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ ഗ്രൂപ്പിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസിനേക്കാളും കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഹോം ടാബ്. This contains commonly used Excel features, inserting formulas, formatting tables, cells and text, ആൻഡ് സോർട്ടിങ് ആൻഡ് ഫിൽറ്ററിങ്. അപ്പോൾ ഹോം ടാബ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എക്സൽ ഫീച്ചേഴ്സാണ് അടങ്ങിയിരിക്കുന്നത്. ഇൻസേർട്ടിങ് ഫോർമുലാസ്, ഫോർമാറ്റിംഗ് ടേബിൾസ്, സെൽസ് ആൻഡ് ടെക്സ്റ്റ്, സോർട്ടിങ് ആൻഡ് ഫിൽറ്ററിങ് തുടങ്ങിയവയാണ്. ഇപ്പോൾ ഹോം ടാബിലെ ഓരോ ഗ്രൂപ്പ് നോക്കാം. ക്ലിപ്ബോർഡ് ഗ്രൂപ്പ്, ഫോണ്ട്, അലൈൻമെൻറ്റ്, നമ്പർ, സെൽസ്, എഡിറ്റിംഗ്, 6 ഗ്രൂപ്പ്സാണ് ഉള്ളത്. ക്ലിപ്ബോർഡ്, ഫോണ്ട്, അലൈൻമെൻറ്റ്, നമ്പർ, സെൽസ്, എഡിറ്റിംഗ്. അപ്പോൾ നമുക്ക് ക്ലിപ്ബോർഡ് ഗ്രൂപ്പ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് ക്ലിപ്ബോർഡ് ഗ്രൂപ്പ്. ക്ലിപ്ബോർഡ് ഗ്രൂപ്പിൽ 4 കമാൻഡ്സ് ആണുള്ളത്. കട്ട്, കോപ്പി, പേസ്റ്റ് ആൻഡ് ഫോർമാറ്റ് പെയിൻറ്റർ. പേസ്റ്റ് എന്ന് പറയുന്നത് ആ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കട്ടിന് ആ കത്രികയാണ്. പിന്നെ പേസ്റ്റിന് അതിൻ്റെ തൊട്ട് താഴെയുള്ളത്. ഫോർമാറ്റ് പെയിൻറ്ററിന് ആ ബ്രഷിൻ്റെ ചിഹ്നമുള്ളതാണ് ഫോർമാറ്റ് പെയിൻറ്റർ. കട്ട് ആൻഡ് പേസ്റ്റ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മൂവ് ഡാറ്റ. നമുക്കൊരു സ്ഥലത്തുള്ള ഒരു സെല്ലിലുള്ള ഡാറ്റേനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കട്ട് ആൻഡ് പേസ്റ്റ് ഉപയോഗിക്കുന്നത്. ക്ലിക്ക് ഓൺ ദ സെൽ യു വോണ്ട് ടു കട്ട് ദ ടെക്സ്റ്റ്. ആദ്യം നമ്മൾ ഏത് സെല്ലിലത്തെ ഡാറ്റയാണോ കട്ട് ചെയ്യേണ്ടത് ആ സെല്ലിൽ പോയി ക്ലിക്ക് ചെയ്യുക.
സെലക്ട് ഹോം ടാബ്, ക്ലിക്ക് കട്ട് ഫ്രം ദ ക്ലിപ്ബോർഡ് ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ ഏത് സെല്ലിലാണോ ഡാറ്റ മൂവ് ചെയ്യേണ്ടത് ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഹോം ടാബിലെ കട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടു പേസ്റ്റ് കണ്ടൻസ് ഓഫ് എ സെൽ, ക്ലിക്ക് ഓൺ ദ സെൽ, സെലക്ട് ദ ഹോം ടാബ്, ക്ലിക്ക് പേസ്റ്റ് ഫ്രം ദ ക്ലിപ്ബോർഡ് ഗ്രൂപ്പ്. ഇനി ആ കട്ട് ചെയ്ത ഡാറ്റേനെ വേറൊരു സെല്ലിൽ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സെല്ലിലേക്കാണോ പേസ്റ്റ് ചെയ്യേണ്ടത് ആ സെല്ല് ആദ്യം ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഹോം ടാബ് സെലക്ട് ചെയ്തിട്ട് അതിലെ പേസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിൽ ഡാറ്റ പേസ്റ്റ് ആവും. ടു കോപ്പി കണ്ടൻസ് ഓഫ് എ സെൽ, ക്ലിക്ക് ഓൺ ദ സെൽ. നമുക്കിപ്പോൾ ഒരു സെല്ലിലെ കണ്ടൻറ്റ് കോപ്പി ചെയ്യണമെങ്കിൽ ആദ്യം ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ഹോം ടാബ് സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് കോപ്പി ഫ്രം ദ ക്ലിപ്ബോർഡ് ഗ്രൂപ്പ്. കോപ്പി എന്ന ഓപ്ഷൻ ക്ലിപ്ബോർഡ് ഗ്രൂപ്പിൽ നിന്നും സെലക്ട് ചെയ്യാം. ഷോർട്ട് കട്ട് കീസ് നോക്കാം. കട്ടിന് Ctrl+X ആണ്, കോപ്പി Ctrl+C, പേസ്റ്റ് Ctrl+V. ഇനി നമുക്ക് ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. യൂസ് ദിസ് ടൂൾ ടു കോപ്പി ഫോർമാറ്റിംഗ് ഫ്രം വൺ പ്ലേസ് ആൻഡ് അപ്ലൈ ദ കോപ്പീഡ് ഫോർമാറ്റ് ടു അനദർ പ്ലേസ്. അതായത് ഇത് കോപ്പി ഓപ്ഷനാണ്, പക്ഷേ ഫോർമാറ്റിംഗ് ആണ് നമ്മൾ കോപ്പി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, യു ഹാവ് ഫോർമാറ്റഡ് എ സെൽ ടു ബി ബോൾഡ് ആൻഡ് ഇറ്റാലിക് and you want to apply this format to other cells. Just click on the cell with the format you want to copy and click on the format painter, then click on the cell you want to apply the format. അതായത് ഒരു എക്സാമ്പിളിന് നമുക്കിപ്പോൾ ഒരു സെല്ലിൽ ബോൾഡായിട്ടും ഇറ്റാലിക് ആയിട്ടുള്ള ഫോർമാറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ ഫോർമാറ്റിംഗ് നമുക്ക് വേറെ സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ആ ഫോർമാറ്റുള്ള സെല്ല് ആദ്യം ക്ലിക്ക് ചെയ്യാം. അതായത് ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ സെൽ വിത്തിൻ ദ ഫോർമാറ്റ് യു വാണ്ട് ടു കോപ്പി. അതിനുശേഷം ഫോർമാറ്റ് പെയിൻറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഏത് സെല്ലിലേക്കാണോ ആ ഫോർമാറ്റ് അപ്ലൈ ചെയ്യേണ്ടത് ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഫോർമാറ്റ് അപ്ലൈ ആവും. ഇഫ് യു ആർ അപ്ലൈയിങ് ടു മെനി സെൽസ്, ഡബിൾ ക്ലിക്ക് ഓൺ ദ ഫോർമാറ്റ് പെയിൻറ്റർ ബിഫോർ ക്ലിക്കിംഗ് ഓൺ ദ അതർ സെൽസ് യു വാണ്ട് ടു അപ്ലൈ ദ ഫോർമാറ്റ് യു ഹാവ് കോപ്പീഡ്. ഇപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തത് ഒരു സെല്ലിലുള്ള ഫോർമാറ്റിങ് വേറെ ഒരു സെല്ലിൽ മാത്രമാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ നമുക്ക് ഒരു 2-3 സെല്ലിൽ അതേ ഫോർമാറ്റിംഗ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെല്ല് ഡബിൾ ക്ലിക്കിംഗ് ഓൺ ദ ഫോർമാറ്റ് പെയിൻറ്റർ ബിഫോർ ക്ലിക്കിംഗ് ഓൺ ദ അതർ സെൽസ്. ബാക്കിയുള്ള സെൽസിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ ഫോർമാറ്റ് പെയിൻറ്റർ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ബൈ ക്ലിക്കിംഗ് ഡയലോഗ് ബോക്സ് ലോഞ്ചർ യു ഗെറ്റ് മോർ ഓപ്ഷൻസ്. അതായത് നമുക്ക് ഈ ഡയലോഗ് ബോക്സ് ലോഞ്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഓപ്ഷൻസ് കിട്ടും. ക്ലിപ്ബോർഡ്. ദ ക്ലിപ്ബോർഡ് കളക്ട്സ് ദ ഐറ്റംസ് യു കട്ട് ആൻഡ് കോപ്പി. ഇറ്റ് ഹോൾഡ്സ് അപ് ടു 24 ഐറ്റംസ് ദാറ്റ് യു ക്യാൻ റീയൂസ് അറ്റ് എനി ടൈം. അപ്പോൾ ഈ ക്ലിപ്ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്തും അതുപോലെ കോപ്പി ചെയ്തതുമായിട്ടുള്ള ഐറ്റംസ് കളക്ട് ചെയ്യും. അപ്പോൾ അതിന് 24 ഐറ്റംസ് വരെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ബാക്കിയുള്ള ഗ്രൂപ്പ്സ് നോക്കാം. താങ്ക് യു.